أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ കാഫിറൂൻ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ് ശ്രവിച്ചത്. ഇതിൻ്റെ തുടർന്നുള്ള വിശദീകരണത്തിൽ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സൂറത്തിലെ ആയത്തുകളെ ഓരോന്നോരോന്നായി വ്യാഖ്യാനിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ എൻ്റെ അഭിപ്രായപ്രകാരം വിഷയം തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. ഈ സൂറത്തിലെ ആയത്തുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. അവയെ ഒരേ വിഷയം നിലനിർത്തിക്കൊണ്ട് വെവ്വേറെ വ്യാഖ്യാനിക്കുക എന്നത് പ്രയാസകരമാണ്. അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം എനിക്കതിന് സാധ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തുടർന്ന് പറഞ്ഞു, ഈ സൂറത്തിൽ ഒരേ വിഷയം തന്നെ 2 രീതിയിൽ പറഞ്ഞിരിക്കുന്നു, 2 പ്രാവശ്യം ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അതിലെ ഒരു ഭാഗം എന്നത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്നാണ്. രണ്ടാമത്തെ ഭാഗം വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് വലാ അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിച്ചിരുന്നതിനെയും ഞാൻ ആരാധിക്കുന്നില്ല. നാലാമതായി പറഞ്ഞത് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല അല്ലെങ്കിൽ ആരാധിക്കുകയില്ല എന്നതാണ്. ഇതിൽ ഒരേ വിഷയം തന്നെ 2 പ്രാവശ്യം ആവർത്തിച്ചതായാണ് ബാഹ്യമായി നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇങ്ങനെ വരാനുള്ള കാരണമെന്താണ്? അതിനുള്ള മറുപടിയായിക്കൊണ്ട് മുൻ പ്രതിപാദിക്കപ്പെട്ട നിവേദനങ്ങളെ ആധാരമാക്കി വ്യാഖ്യാനിച്ച വ്യാഖ്യാതാക്കൾ പറഞ്ഞത്, കുഫാർ 2 തരത്തിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ മറുപടിയായി 2 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതാണ് എന്നാണ്. മറ്റൊരു അഭിപ്രായം ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞത് ആ വിഷയത്തിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതിന് വേണ്ടിയാണ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതെന്നാണ്. എന്നാൽ മൂന്നാമതൊരഭിപ്രായം ആദ്യ 2 വചനങ്ങൾ വർത്തമാനകാലത്ത് ആരാധിക്കുന്നതല്ല എന്ന് സൂചിപ്പിക്കുന്നതിനും പിന്നീടുള്ള 2 വചനങ്ങൾ ഭാവിയിലും ആരാധിക്കുന്നതല്ല എന്ന് സൂചിപ്പിക്കുന്നതിനുമാണ് വന്നിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ അതിനെ ആവർത്തനമെന്ന് പറയാൻ സാധ്യമല്ല എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ഇപ്രകാരം പലരുടെയും അഭിപ്രായം രേഖപ്പെടുത്തിയതിന് ശേഷം അത്തരത്തിൽ അർത്ഥം നൽകുമ്പോൾ അതിൻ്റെ വിഷയം തെറ്റാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഉസർദുനസ് കൂടുതൽ ശരിയായ അതിൻ്റെ വ്യാകരണം വിശദീകരിച്ചതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തുകളുടെ അർത്ഥം, അതായത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ അത് ബുദ്ധിയും ജീവനുമുള്ളതാകട്ടെ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത നിർജീവമായതാകട്ടെ ഞാൻ ഒരിക്കലും തന്നെ ആരാധിക്കുകയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ ഒരിക്കലും തന്നെ പ്രാർത്ഥിക്കുന്നതല്ല എന്ന് വരുന്നതാണെന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് എന്നതിന് ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ നിങ്ങളും ആരാധിക്കുകയില്ല അല്ലെങ്കിൽ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ നമസ്കരിക്കുന്നത് പോലെ നിങ്ങളും നമസ്കരിക്കുന്നില്ല എന്ന അർത്ഥം വരുന്നതാണെന്നും പറയുകയുണ്ടായി. അതുപോലെ തന്നെ വലാ അന ആബിദും മാ അബത്തും എന്നതിന് നിങ്ങൾ ആരാധിക്കുന്നതിനെ, ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഞാനും ആരാധിക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ആരാധിക്കുകയില്ല എന്ന അർത്ഥം വരുന്നു. വലാ അൻതും ആബിദൂന മാ ആബുദ് എന്നതിന് ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ നിങ്ങളും ഒരിക്കലും ആരാധിക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ആരാധിക്കുകയില്ല, അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന രീതിയിൽ നിങ്ങളും ആരാധിക്കുന്നതല്ല എന്നർത്ഥം വരുന്നതാണെന്നും ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി.
തുടർന്നുള്ള വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത അല്ലാഹു സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ.